നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില വെളിപ്പാടുകൾ. നിങ്ങളുടെ ആത്മാവ് ആദം എന്ന ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അദൃശ്യ ആത്മീയ ലോകത്തിൽ മുഴുവളർച്ചയുള്ള ആത്മാവായി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യൻ്റെയും ആത്മാവ് ആദം എന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആദ്യത്തെ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അദൃശ്യ ആത്മീയ ലോകത്തിൽ മുഴുവളർച്ച എത്തിയ മനുഷ്യ ആത്മാവായി ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട്. യുവർ സ്പിരിറ്റ് പ്രീ എക്സിസ്റ്റഡ് ബിഫോർ ആഡം ഇൻ ദ ഇൻവിസിബിൾ സ്പിരിച്വൽ വേൾഡ് ആസ് എ ഫുള്ളി ഗ്രോൺ അപ്പ് മച്വേർഡ് സ്പിരിറ്റ്. മനുഷ്യനെന്ന് പറയുന്ന വലിയൊരു രഹസ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ. അപ്പം നമ്മളുമായി കണക്ട് ചെയ്യുന്ന അനേകം ആത്മീയ മർമ്മങ്ങളുണ്ട്. അത് അന്വേഷിക്കുന്നവർ മാത്രം അത് കണ്ടെത്തും. അതെത്ര അന്വേഷിച്ച് കണ്ടെത്തുന്നു അത്ര കണ്ട് നിങ്ങൾ എന്ന ദൈവപുത്രനും പുത്രിയും ഈ ഭൂമിയിൽ വെളിപ്പെട്ട് വരും. അപ്പം നിങ്ങളുടെ ആത്മാവ് ആദം എന്ന ആദ്യത്തെ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വളർച്ചയെത്തിയ പൂർണ്ണ വളർച്ച പ്രാപിച്ച മനുഷ്യ ആത്മാവായി അദൃശ്യ ആത്മീയ ലോകത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യേശു കർത്താവ് ശരീരം ധരിച്ച് മറിയത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് യേശു കർത്താവ് എവിടെ ഉണ്ടായിരുന്നു? അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ഫിസിക്കൽ ബോഡിയിൽ ശരീരമെടുത്ത് ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് എവിടെ ഉണ്ടായിരുന്നു? അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്നു. അതുപോലെ ഞാനും നിങ്ങളും മുഴുവളർച്ചയെത്തിയ ആത്മാവായി, മുഴുവളർച്ചയെത്തിയ ഒരു ആത്മീയ മനുഷ്യനായി അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്നു. നമുക്ക് വേഗം എടുക്കാം 1-2 വചനഭാഗങ്ങൾ. സങ്കീർത്തനം 139 അധ്യായം തന്നെ നമുക്ക് എടുക്കാം. അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് അതിനുവേണ്ടി ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ എടുത്താട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമുക്കൊന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ സങ്കീർത്തനം 139 അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങളെയും എന്നെയും ദൈവം നിഗൂഢതയിൽ ഉരുവാക്കി ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിച്ചു. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ കുറിച്ചല്ല പറയുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ചാണോ നമ്മൾ ഫിസിക്കലി ഉണ്ടായത്? നമുക്കറിയാം, നമ്മൾ ഉണ്ടായത് എവിടെയാണ്? അമ്മയുടെ ഉദരത്തിലാണ്. എൻ്റെയും നിങ്ങളുടെയും അമ്മയുടെ ഉദരത്തിലാണ് നമ്മൾ ഫിസിക്കൽ ബോഡി ഫോം ആയത്. അപ്പോൾ ഇവിടെ പറയുന്നു, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ വചനം എന്തിനെക്കുറിച്ചാണ്? എൻ്റെ അകത്ത മനുഷ്യനെക്കുറിച്ചാണ്, എൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 139 അധ്യായത്തിൽ പറയുന്നത്, യു ഫോംഡ് മൈ ഇൻവേർഡ് പാർട്സ്. എൻ്റെ അകത്ത മനുഷ്യനെയാണ് ദൈവം ആദ്യം ഉണ്ടാക്കിയത്. നിങ്ങളുടെ ആത്മാവിനെയാണ് ദൈവം ആദ്യം ഉണ്ടാക്കിയത്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ എക്സിസ്റ്റൻസ് ആദ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഭൗതിക ലോകത്തിൽ നിങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മീയ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മീയ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശു കർത്താവ് ഫിസിക്കൽ ബോഡി എടുത്ത് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് യേശു കർത്താവ് അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്നു. നിഗൂഢതയിൽ എന്നെ ഉരുവാക്കി, മെയ്ഡ് ഇൻ സീക്രട്ട് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. നിഗൂഢതയിൽ ഉരുവാക്കി ഭൂമിയുടെ അധോഭാഗ്യങ്ങൾ വെച്ച് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ്, എൻ്റെ അകത്ത മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് എന്നെ നിഗൂഢതയിൽ ഉരുവാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് എന്നെ സൃഷ്ടിക്കാതിരുന്നത്? എൻ്റെ ആത്മാവിനെ നിഗൂഢതയിൽ രഹസ്യമായി സൂക്ഷ്മതയോടെ ആരും കാണാതെ സൃഷ്ടിക്കാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ചില മർമ്മങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കടന്നു പോകുന്ന ഓരോ വിഷയത്തിൻ്റെയും അർത്ഥങ്ങളും ആഴങ്ങളും. അപ്പം നിഗൂഢതയിൽ, സീക്രട്ട് പ്ലേസ്, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ആരെയൊക്കെയോ മറച്ചു വെച്ച് നിഗൂഢതയിൽ, രഹസ്യത്തിൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ദൈവം സൃഷ്ടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, യു ആർ ഗോഡ്സ് വെപ്പൺ എഗൈൻസ്റ്റ് ദ ഡെവൽ. നിങ്ങൾ സാത്താനെതിരെയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രധാന ആയുധമാണ്.
പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലെ സാത്താനെതിരെയുള്ള ശക്തിയുള്ള ഒരു ആയുധമാണ്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഞാൻ സാത്താൻ്റെ കിങ്ഡത്തെ നശിപ്പിക്കുവാൻ, സാത്താൻ്റെ രാജ്യത്തെ തകർത്തെറിയുവാൻ എൻ്റെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ശക്തിയുള്ള ഒരു ആയുധമാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിനെ ദൈവം രഹസ്യത്തിൽ സൃഷ്ടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആത്മാവിനകത്ത് അനേകം സ്പിരിച്വൽ കോഡിങ്ങുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിനകത്ത് ദൈവത്താൽ അനേകം സ്പിരിച്വൽ പ്രോഗ്രാമിങ്ങുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവവും സാത്താനും തമ്മിൽ ഒരു യുദ്ധത്തിലാണ്. മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ ഈ ഒരു ഡിസ്പെൻസേഷനിൽ, യേശു കർത്താവിൻ്റെ രണ്ടാം വരവിന് ശേഷമൊക്കെ ഉള്ളൊരു സമയം വരെ ഇതൊരു പ്രൊജക്റ്റ് പോലെ നമ്മൾ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു യുദ്ധം പോലെ കൺസിഡർ ചെയ്താൽ, ഒരു യുദ്ധത്തിൽ രണ്ട് രാജാക്കന്മാർക്ക് എന്തുണ്ട്? യുദ്ധതന്ത്രങ്ങളുണ്ട്. ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഗാസ ആക്രമിക്കുന്നു. രണ്ട് കൂട്ടരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രണ്ടു പേർക്കും എന്തുണ്ട്? യുദ്ധതന്ത്രങ്ങളുണ്ട്. നമുക്കറിയാം ഹമാസ് എങ്ങനെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത് വ്യത്യസ്ത രീതികളിലാണല്ലേ. അവരുടെ ക്യാമറകളെയൊക്കെ ഹാക്ക് ചെയ്തു. മാത്രമല്ല ആകാശത്തിലൂടെയൊക്കെ അനേകം പേര് ഇറങ്ങി. അതൊക്കെ എന്താണ്? യുദ്ധതന്ത്രങ്ങളാണ്. ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് അവർക്ക് വെള്ളം കൊടുക്കത്തില്ല, ഇലക്ട്രിസിറ്റി കൊടുക്കത്തില്ല, റോക്കറ്റുകൾ അയച്ച് അവരുടെ ബിൽഡിങ്ങുകളെ തകർക്കുന്നു, ഇനി കരയിലൂടെ പ്രവേശിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? യുദ്ധതന്ത്രങ്ങളാണ്. അപ്പോൾ ഒരു യുദ്ധത്തിൽ ആരും അവരുടെ തന്ത്രങ്ങൾ ശത്രുവിന് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ഒരു യുദ്ധത്തിൻ്റെ ജയം എന്ന് പറയുന്നത് തന്ത്രങ്ങൾ മെനയുന്നതിനകത്താണ്. ഒരു യുദ്ധത്തിനകത്ത് തന്ത്രങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ, നിങ്ങളുടെ ആത്മാവിനെ ദൈവം രഹസ്യത്തിൽ സൃഷ്ടിക്കാൻ, സൂക്ഷ്മതയോടെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ മറച്ചു വെച്ച് സൃഷ്ടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ സ്ട്രാറ്റജികൾ, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവിക കോഡിങ്ങുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആ കോഡിങ്ങുകൾ നിങ്ങളിലൂടെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. നിങ്ങൾക്കറിയാമോ, ഓരോ സീസണിലും, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിനകത്ത് വ്യത്യസ്ത സീസണുകളുണ്ട്. ഓരോ സീസണിലും ദൈവം പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. വാട്ട് ഹീസ് ഡൂയിങ് ഈസ് ദാറ്റ് നിങ്ങളുടെ ആത്മാവിൽ ദൈവം ഇട്ട പ്രോഗ്രാമിങ്ങൾ അതെന്താണ്? അത് അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഹീസ് അൺലോക്കിംഗ് ദാറ്റ് തിങ്സ് ദാറ്റ് ഹി ഡിപ്പോസിറ്റഡ് ഇൻ യുവർ സ്പിരിറ്റ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വർഷം ഒരു സഹോദരിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ആ സഹോദരി 17-ാം വയസ്സിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ 17 വയസ്സ് തൊട്ട് ഏകദേശം 35 വയസ്സ് വരെ ആ സഹോദരിക്ക് യാതൊരു തരത്തിലുള്ള പൈശാചിക മാനിഫെസ്റ്റേഷൻസും കണ്ടിട്ടില്ല. 17-ാമത്തെ വയസ്സിൽ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. 17 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള സമയത്തിനകത്ത് യാതൊരു സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻസും കണ്ടിട്ടില്ല. പക്ഷേ 36-ാമത്തെ വയസ്സാകുന്ന സമയത്ത് ഡെലിവറൻസിന് വേണ്ടി എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അനേകം സ്പിരിറ്റുകൾ മാനിഫെസ്റ്റഡ് ആവുകയാണ്. ശരിക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് കർത്താവിനെ കാണിച്ചത്, ആ വ്യക്തിയുടെ ബുക്കുകൾ ഓപ്പൺ ചെയ്യപ്പെടുന്നു സ്വർഗത്തിൽ. അപ്പോൾ ബുക്കുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന അദൃശ്യ ആത്മീയ കരങ്ങൾ എന്താണ്? മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഓരോരുത്തർക്കും ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സീസണുണ്ട്. അവിടെ നിങ്ങളുടെ ആത്മാവിൽ ദൈവം ഇട്ടിരിക്കുന്ന കോഡിങ്ങുകൾ, സാത്താനെ തകർക്കേണ്ട സ്ട്രാറ്റജികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഗോഡ് ന്യൂ എവറിത്തിങ് അബൌട്ട് യു ബിഫോർ യു ആർ പുട്ട് ഇൻ ആഡം. അപ്പം ആദം എന്ന മനുഷ്യനിലേക്ക് എന്നെ നിവേശിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഊതി എന്ന് പറയുമ്പോൾ അദൃശ്യ ആത്മീയ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളെ ആദം എന്ന മനുഷ്യനിലേക്ക് ദൈവം നിവേശിപ്പിച്ചിട്ട് ആദത്തിൽ ദൈവം ഒരു സ്പിരിച്വൽ പ്രോഗ്രാമിംഗ് ചെയ്തു. അതനുസരിച്ചാണ് ശരിക്കും ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ വെളിപ്പെട്ട് വരുന്നത്. നമുക്ക് ഒരു പ്രീ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആ ഒരു കോൺഷ്യൻസ് നമുക്ക് അറിയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമ്മുടെ പർപ്പസ് നമുക്ക് മനസ്സിലാക്കുവാനും അത് ചെയ്യുവാനും സാധിക്കത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് പെർഫെക്റ്റ് നോളജ് ഉണ്ട്. ദൈവത്തിൻ്റെ എല്ലാ മക്കളെക്കുറിച്ചും, യേശു കർത്താവിനെ ആരാധിക്കുന്ന, യേശു കർത്താവിനെ സ്നേഹിക്കുന്ന, യേശു കർത്താവിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച എല്ലാ മക്കളും, യു ആർ ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്. നിങ്ങൾ യേശു എന്ന ക്രിസ്തുവിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഈ ആത്മാവിൽ തിരിച്ചറിഞ്ഞ ആ ഒരു കാര്യത്തിന് മലയാള ഭാഷയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചതാണോ എന്നതാണ് ശരിക്കും എൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല, യേശു എന്ന ക്രിസ്തുവിനെ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയവരാണ് ശരിക്കും വീണ്ടും ജനിച്ചവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ മക്കളും ദൈവത്തിൻ്റെ പ്ലാനിലാണ് മൂവ് ചെയ്യുന്നത്. ഗോഡ് ഹാസ് എ പർപ്പസ് ആൻഡ് എ പ്ലാൻ അബൌട്ട് യുവർ ലൈഫ്. നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. അത് നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും.
ആ സങ്കീർത്തനം 139 അധ്യായത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗോഡ്സ് പെർഫെക്റ്റ് നോളജ് ഓഫ് മാൻ. അതായത് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പെർഫെക്റ്റ് നോളജ് എന്നാണ് ശരിക്കും അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ഈ ദാവീദ് പറയുന്ന ഈ വചനഭാഗങ്ങൾ, ഇത് ദാവീദ് പറയുക മാത്രമല്ല, അത് പരിശുദ്ധാത്മാവിൽ ഇൻസ്പയർഡ് ചെയ്യപ്പെട്ട് എഴുതുന്ന വചനമാണ്. അതായത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അവിടെ പറയുകയാണ്, കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഓ ലോർഡ്, യു ഹാവ് സെർച്ച്ഡ് മീ ആൻഡ് നോൺ മീ. അപ്പോൾ ഈ സെർച്ച്ഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസാണ്. നോൺ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസാണ്. എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു, ഈ പരിശോധിച്ചറിഞ്ഞത് നീ ജനിച്ചതിന് ശേഷമുള്ള അറിവല്ല. കർത്താവിന് എന്നെക്കുറിച്ച് ഞാൻ ജനിച്ചതിന് ശേഷം, ഞാൻ ഓരോ വർഷവും ജീവിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായി വരികയല്ല ചെയ്യുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ, നീ ജനിക്കുന്നതിന് മുമ്പേ നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ടോട്ടൽ, കംപ്ലീറ്റ്, പെർഫെക്റ്റ് നോളജ് ഉണ്ട്. അതാണ് ശരിക്കും എഫേസ്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് എല്ലാം പാസ്റ്റ് ടെൻസിൽ പറയാനുള്ള കാര്യം. അവിടെ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവിടെ തന്നെ രക്ഷിച്ചിരിക്കുന്നു, അവിടെ തന്നെ വീണ്ടെടുത്തിരിക്കുന്നു, വിശദീകരിച്ചിരിക്കുന്നു, എല്ലാം പാസ്റ്റ് ടെൻസിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ആദത്തിനകത്ത് നമ്മളെ നിവേശിപ്പിക്കുന്നതിന് മുമ്പേ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കംപ്ലീറ്റ്, ടോട്ടൽ, പെർഫെക്റ്റ് നോളജ് ദൈവത്തിനുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യൻ്റെ ചിന്തകൾ, ആ ചിന്തകൾ എന്താണ്? ഈ ചിന്തകളെല്ലാം തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവിനെ അറിയാമായിരുന്നു. ഈ സമയത്ത്, ഈ മണിക്കൂറിൽ, ഈ 15-ാം തീയതി ഒക്ടോബർ മാസത്തിൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുമെന്ന് എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. എന്നിട്ട് പറയാണ്, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവ് അതറിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ പോലും, നിങ്ങൾ നാളെ സംസാരിക്കാൻ പോകുന്ന വാക്കുകൾ, 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ആ ചിന്തകളെ പോലും ഹല്ലേലൂയ ദൈവത്തിന് ലോകസ്ഥാപനത്തിന് മുമ്പ്, ആദത്തിൽ നിങ്ങളെ നിവേശിക്കുന്നതിന് മുമ്പ് അറിയാമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, ഈ ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച്. നമുക്കറിയാം, ഇന്ന് 800 കോടി മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഓരോ മനുഷ്യനും എത്രയോ ആയിരം ചിന്തകളാണ് ശരിക്കും ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നത്. എത്രയോ വ്യത്യസ്ത പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയോ വ്യത്യസ്ത ബിഹേവിയേഴ്സാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തലമുറയിൽ മാത്രം 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ, ആദത്തിൽ തുടങ്ങി ഇന്ന് വരെ എത്രയോ കോടാനുകോടി ജനങ്ങൾ, അവരൊക്കെ എന്തു ചിന്തിക്കുമെന്നും, അവരൊക്കെ എങ്ങനെ പ്രവർത്തിക്കുമെന്നും, അവരൊക്കെ എങ്ങനെ നടക്കുമെന്നും ആ മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ അറിയാവുന്ന ഒരു ദൈവം, ആ ദൈവമാണ് നിങ്ങളുടെ പിതാവ്. യേശു കർത്താവിനെ മനസ്സിലാക്കുക, യേശു കർത്താവിൻ്റെ വലുപ്പത്തെ മനസ്സിലാക്കുക. ആ ദൈവത്തിൻ്റെ മനുഷ്യരൂപമാണ് യേശു. ഈ മർമ്മം അപ്പസ്തലന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ശരിക്കും എഫേസ്യ ലേഖനത്തിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നത്, എല്ലാം പാസ്റ്റ് ടെൻസിൽ പറയാനുള്ള കാര്യം. നിങ്ങൾക്കൊരു പ്രീ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അദൃശ്യ ആത്മീയ ലോകത്തിൽ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയായി നിങ്ങളുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഇനി ഇതിനെ സംബന്ധിക്കുന്ന അനേകം മർമ്മങ്ങളും ആഴങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മെൻറ്ററിങ് ക്ലാസ്സിൽ കൂടുതൽ സംസാരിക്കാം. കാരണം നമുക്കറിയാം, പല മണിമുത്തുകളും പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം ഞാൻ ആ മർമ്മങ്ങളും ആഴങ്ങളും ഒക്കെ ചിലതൊക്കെ എനിക്ക് വചനഭാഗങ്ങൾ കാണിച്ചു തന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ചിലത് ചിലപ്പോൾ എനിക്ക് വചനഭാഗങ്ങളൊന്നും കാണിച്ചു തരാൻ സാധിക്കത്തില്ല. കാരണം അത് ആത്മീയ റെവലേഷൻസാണ്. പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ചില ഈ റെവലേഷൻസ് കിട്ടിക്കഴിയുമ്പോൾ, വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോൾ, ഈ പുതിയ നിയമ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടി ഒരു വചനം കൂടെ എടുക്കാം. ജെറമ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ ഈ അറിഞ്ഞു എന്ന് പറയുന്ന ആ വാക്ക് സങ്കീർത്തനം 139-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആശയവുമായിട്ട് ചേർത്ത് വെക്കണം. അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി, കംപ്ലീറ്റ്ലി ഗോഡ് ന്യൂ ജെറമ്യയെ അറിഞ്ഞിരുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. എന്നിട്ട് പറയാണ്, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു.
ഇംഗ്ലീഷിൽ പറയുന്നത്, ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂംബ് ഐ ന്യൂ യു, ബിഫോർ യു വർ ബോൺ ഐ സാങ്ക്ടിഫൈഡ് യു ആൻഡ് ഐ ഓർഡെയിൻഡ് യു ആസ് എ പ്രൊഫറ്റ് ടു ദ നേഷൻസ്. അപ്പം നമ്മൾ ഈ വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, അമ്മയുടെ ഉദരത്തിൽ നീ പിറക്കുന്നതിന് മുമ്പേ, ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അദൃശ്യ ആത്മീയ ലോകത്തിൽ ജെറമിയ ഉണ്ടായിരുന്നു. ആ ജെറമിയായെ യേശു കർത്താവ് ദൈവം പൂർണ്ണമായിട്ട് അറിഞ്ഞു. അതിനു മുമ്പേ ആ അദൃശ്യ ആത്മീയ ലോകത്തിൽ വെച്ചേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ നിയോഗിച്ചു. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്ത ഒന്നിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ സാധിക്കുന്നത്? ഹല്ലേലൂയ. അതായത് ഇല്ലാത്ത ഒരു സാധനത്തിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ സാധിക്കുന്നത്? ചില തിയോളജിയൻസ് അവരിങ്ങനെ അവർക്ക് ആ റെവലേഷൻസ് ഇല്ല. അവർ പറയുന്നത് ദൈവത്തിൻ്റെ ചിന്തയിൽ ജെറമിയ ഉണ്ടായിരുന്നു. നോ, ജെറമിയയുടെ ആത്മാവ് അദൃശ്യ ആത്മീയ ലോകത്തിൽ വളർച്ച പ്രാപിച്ച ഒരു ആത്മാവായിട്ടുണ്ടായിരുന്നു. ദൈവം പറയുന്നത് ശരിക്കും നിൻ്റെ അമ്മയുടെ ആ ആത്മാവിനെ ഒരമ്മയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് ദൈവം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അതിനെ വിശുദ്ധീകരിച്ചു, നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ജെറമയ എക്സിസ്റ്റഡ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ഫസ്റ്റ് ആസ് എ ഫുള്ളി ഗ്രോൺ സ്പിരിറ്റ്. ഒരുവൻ പ്രവചിച്ചു പ്രവാചകനായി തീരുകയല്ല, മറിച്ച് ജനിക്കുന്നതിന് മുൻപ് ആത്മീയ ലോകത്തിൽ പ്രവാചകനായി സൃഷ്ടിക്കപ്പെട്ട് നിയോഗിച്ചത് കൊണ്ടാണ് ഈ ലോകത്തിൽ പ്രവാചകനായി വെളിപ്പെടുന്നത്. അതാ ജെറമിയായോട് കർത്താവ് പറയുന്നത്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ ജനതകളുടെ പ്രവാചകനായി നിന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രവചിച്ചു പ്രവാചകനായി തീരുകയല്ല, മറിച്ച് ജനിക്കുന്നതിന് മുൻപ് അദൃശ്യ ആത്മീയ ലോകത്തിൽ പ്രവാചകനായി സൃഷ്ടിക്കപ്പെട്ട് നിയോഗിച്ച വ്യക്തിയാണ് ശരിക്കും ജെറമിയ. അതുകൊണ്ടാണ് ശരിക്കും ജെറമിയ ഈ ലോകത്തിൽ പ്രവാചകനായി മാനിഫെസ്റ്റഡ് ആയത്. ശുശ്രൂഷ ചെയ്ത് ഒരുവൻ അപ്പസ്തോലനായി തീരുകയല്ല, അപ്പസ്തോലനായി സൃഷ്ടിക്കപ്പെട്ട് അദൃശ്യ ആത്മീയ ലോകത്തിൽ നിയോഗിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ ലോകത്തിൽ അപ്പസ്തോലിക ഓഫീസിൽ ഒരുവൻ വെളിപ്പെടുന്നത്. എത്ര പേർക്ക് ഈ ആശയം മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ആരെങ്കിലും പാസ്റ്ററായി തീരുകയല്ല, കുറേ ശുശ്രൂഷ ചെയ്ത് പാസ്റ്ററായി തീരുകയല്ല. അദൃശ്യ ആത്മീയ ലോകത്തിൽ പാസ്റ്ററായി സൃഷ്ടിക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ടത് കൊണ്ടാണ് ശരിക്കും ഈ ഭൂമിയിൽ പാസ്റ്ററായി അല്ലെങ്കിൽ പാസ്റ്ററിൻ്റെ ഓഫീസിൽ വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനം 139 അധ്യായത്തിൽ പറയുന്നു, എനിക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവർ എഴുതപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു ഗ്രന്ഥമുണ്ടായിരുന്നു. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, ആൻഡ് ഇൻ യുവർ ബുക്ക് ദേ വെർ ഓൾ റിട്ടൺ. അടുത്ത ശ്രദ്ധിച്ച് കേട്ടെ, ദ ഡേയ്സ് ഫാഷൻഡ് ഫോർ മീ. ഒന്ന് പറഞ്ഞേ, ആ വാക്കൊന്ന് പറഞ്ഞേ, ദ ഡേയ്സ് ഫാഷൻഡ് ഫോർ മീ. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ എന്നാണ് മലയാളം ബൈബിളിൽ അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ചില സമയത്ത് നമുക്ക് ഈ ചില റെവലേഷൻസിൻ്റെയൊക്കെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത്, ആൻഡ് ഇൻ യുവർ ബുക്ക് ഓൾ വെർ റിട്ടൺ ദ ഡേയ്സ് ഫാഷൻഡ് ഫോർ മീ. അപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് ശരിക്കും ഈ ഫാഷൻഡ് ഫോർ മീ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കറിയാമോ, ഈച്ച് ഡേ വാസ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് ആൻഡ് പ്രസൻറ്റഡ് ബിഫോർ യു ഫോർ യു ടു ഗോ ത്രൂ ഇറ്റ്. ഓരോ ദിവസവും ദൈവത്താൽ ഒരുക്കപ്പെട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരുകയാണ്. ഈ ആക്സിഡൻ്റലായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങ് ജീവിക്കുകയല്ല, ദൈവത്താൽ മുന്നൊരുക്കിയ ദിവസമാണിത് ശരിക്കും. ഓ ലോർഡ് ജീസസ്. അതുകൊണ്ടാണ് ശരിക്കും ഈ ശുശ്രൂഷയുടെ മുമ്പിൽ പോലും നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവത്താൽ മുന്നൊരുക്കപ്പെട്ട, ഫാഷൻ ചെയ്യപ്പെട്ട, പ്രിപ്പയർ ചെയ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു ഭാര്യ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ അങ്ങനെയെങ്കിലും മനസ്സിലാകട്ടെ. ഒരു ഭാര്യ കുറേ വെജിറ്റബിൾസൊക്കെ എടുത്തു, അതെല്ലാം കുക്ക് ചെയ്തു, പ്രിപ്പയർ ചെയ്തു, ഹസ്ബൻഡിൻ്റെ മുമ്പിലേക്ക് ആഹാരം വെക്കുന്നു. പ്രിപ്പറേഷൻ ചെയ്ത ആരാണ്? ഭാര്യയാണ്. ആ പ്രിപ്പയർ ചെയ്ത് ഒരുക്കപ്പെട്ട ഭക്ഷണമാണ് ആര് കഴിക്കുന്നത്? ഭർത്താവ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അമ്മ എന്ത് ചെയ്തു? കുക്ക് ചെയ്തു, ഹല്ലേലൂയ, ദോശ, ചമ്മന്തി എല്ലാം പ്രിപ്പയർ ചെയ്തു ആ കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം പ്രിപ്പറേഷൻ ചെയ്ത ആരാണ്? അമ്മയാണ് ചെയ്തത്. അത് കഴിക്കുന്നത് ആരാണ്? കുഞ്ഞാണ് കഴിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ദൈവം പ്രിപ്പയർ ചെയ്ത ദിനങ്ങളിലൂടെയാണ് ഓരോ ദിവസവും ഞാനും നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും ആക്സിഡൻ്റലായിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നാളത്തെ ദിവസം മുന്നൊരുക്കിയിരിക്കുകയാണ് ചില കാര്യങ്ങൾ.
സം ഡേയ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ടെസ്റ്റിംഗ്. ചില ദിനങ്ങൾ ദൈവത്താൽ നമ്മളെ ടെസ്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട ദിനങ്ങളാണ്. ചില ദിവസങ്ങൾ നമ്മൾ സൗഖ്യത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ദിനങ്ങളാണ്. ചില ദിനങ്ങൾ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുവാൻ വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ട ദിനങ്ങളാണ്. ചില ദിവസങ്ങൾ ഫാസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ട ദിനങ്ങളാണ്. ചില ദിവസങ്ങൾ നമ്മൾ ജനിക്കുവാൻ വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ട ദിവസങ്ങളാണ്. ചില ദിവസങ്ങൾ മരിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട ദിവസങ്ങളാണ്. ചില ദിവസങ്ങൾ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ഫിസിക്കൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട ദിവസങ്ങളാണ്. ചില ദിവസങ്ങൾ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ലൈവ് ശുശ്രൂഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെട്ട ദിവസങ്ങളാണ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഒരു ദിനം പോലും നിങ്ങളുടെ മുമ്പിൽ ആക്സിഡൻ്റലായിട്ടല്ല വരുന്നത്. ദൈവത്താൽ ഒരുക്കപ്പെട്ട, ദ ഫാഷൻഡ് ഫോർ മീ, ഒരുക്കപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് ശരിക്കും ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ ദ ഡേയ്സ് ഓഫ് ഫാഷൻ ഫോർ മീ, എപ്പോഴാണ് ശരിക്കും ഇത് ഫാഷൻ ചെയ്ത് പറയുവാണ്? ഓരോ ദിനങ്ങളും കർത്താവിൻ്റെ ബുക്കിൽ ആ ദിനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ എഴുതി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കൂടുതൽ ആത്മീയ കാര്യങ്ങളൊക്കെ കർത്താവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അണ്ടർസ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. അത് ഒരു പബ്ലിക് ശുശ്രൂഷയിൽ എനിക്കത് പറയാൻ പറ്റത്തില്ല, കാരണം അതൊക്കെ റെവലേഷൻസാണ്, അത് മിസ്റ്ററീസാണ്. അത് കുറച്ചും കൂടെ ആത്മീയ പക്വതയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ഈ നമ്മുടെ പ്രീ എക്സിസ്റ്റൻസിനകത്ത്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവ് അദൃശ്യ ലോകത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പല പല കാര്യങ്ങളും ആക്ടിവിറ്റികളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് പോലും അപൂർണവും അത് പ്രവചനങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയത്തില്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ, നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. ദാറ്റ് വി നോ ഇൻ പാർട്ട് ആൻഡ് വി പ്രൊഫസൈ ഇൻ പാർട്ട്. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവ് ഇപ്പോഴും അപൂർണമാണ്. അപ്പോൾ അതൊരു യാത്രയാണ്. എത്ര കണ്ട് നമ്മൾ അന്വേഷിക്കുന്നു, അത്ര കണ്ട് ഞാൻ ആരാണെന്നും, എന്നെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചതെന്നും, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നും, എന്തിനാണ് ഈ വർഷം ഞാൻ ജീവിക്കുന്നതെന്നും, എന്തിനാണ് അടുത്ത വർഷം ഞാൻ ജീവിക്കുന്നതെന്നും, എന്തിനാണ് ഈ സമയങ്ങളിൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ബൈ സ്റ്റേജ് ആയിട്ട് റെവലേഷൻ നമുക്ക് വരുന്നത്. നിങ്ങളുടെ ഭാവി റിവീലായി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഇത് ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു വാറാണ്, ഒരു യുദ്ധമാണ്. നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ ഗ്രന്ഥത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമ്മളോട് അങ്ങ് പറഞ്ഞു തന്ന നമ്മളുടെ ഭാവിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാമല്ലോ. പക്ഷേ ദൈവം അങ്ങനെ പറഞ്ഞു തരുമോ? ഇല്ല. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് ദൈവം റിവീൽ ചെയ്യുന്നത്. വി പ്രൊഫസൈ ഇൻ പാർട്ട് ആൻഡ് വി നോ ഇൻ പാർട്ട്. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. അപ്പോൾ പൂർണ്ണതയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. ദൈവം എന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് തരാത്തതിൻ്റെ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു, ഇത് ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പർപ്പസുകൾ മുഴുവൻ റിവീൽ ചെയ്താൽ എന്താ ദൈവം ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സ്ട്രാറ്റജികൾ ദൈവം വെളിപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ സ്ട്രാറ്റജികൾ, ദൈവിക തന്ത്രങ്ങൾ വെളിപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായി അതാനറിയും, സാത്താൻ അറിയും. അപ്പോൾ സാത്താൻ്റെ എക്സിസ്റ്റൻസ് പോലും ദൈവിക പർപ്പസുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവൻ ശരിക്കും അവൻ്റെ ഓരോ മിനിറ്റിലും അവൻ്റെ ശ്രദ്ധയും അവൻ്റെ എല്ലാ എനർജിയും അവൻ സ്പെൻഡ് ചെയ്യുന്നത്. സാത്താൻ ദൈവിക പർപ്പസുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താൻ പറ്റുന്നത്? എങ്ങനെയാണ്? അത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് ദൈവം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ശരിക്കും നിങ്ങളിലൂടെ ചെയ്യാൻ പോകുന്ന ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ പറഞ്ഞു, സ്പെസിഫിക് അസൈൻമെൻറ്റ്, ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ ചെയ്താണ് ശരിക്കും ആ വലിയ പർപ്പസിലേക്ക് ദൈവം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഗോഡ് വിൽ സ്പിരിച്വലി പ്രിപ്പയർ യു ഫസ്റ്റ് to face and conquer Satan's opposition, which is going to work against God's purpose. അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസുകളെ ഒപ്പോസ് ചെയ്യുക എന്നതാണ് ശരിക്കും സാത്താൻ്റെ തന്ത്രം. അപ്പം നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിലും സാത്താൻ അവൻ്റെ ജോലി ചെയ്യും. ഞാൻ എപ്പോഴും ആവർത്തിച്ച് ശുശ്രൂഷകളിൽ പറയുകയാണ്, സാത്താനെ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സാത്താൻ അവൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ കൺഫ്യൂഷനുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അവൻ ആൾക്കാരുടെ ഉള്ളിൽ റിവഞ്ചും വൈരാഗ്യവും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ ഡിവിഷനെ കോസ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. വ്യക്തികളിലൂടെ അത് ചെയ്തുകൊണ്ടിരിക്കും. ദൈവം സാത്താൻ്റെ മുൻപിലേക്ക് നമ്മളെ നിർത്തുന്നതിന് മുമ്പ് ദൈവം ഹി വിൽ പ്രിപ്പയർ അസ് ഫസ്റ്റ്. കാരണം സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്താൽ ഒരുക്കപ്പെടണം, ദൈവത്താൽ ശക്തി പ്രാപിക്കണം, ദൈവത്താൽ പർപ്പസുകൾ റിവീൽ ചെയ്യപ്പെടണം. എന്നിട്ടാണ് ദൈവം സാത്താൻ്റെ മുമ്പിലേക്ക് നമ്മളെ നിർത്തുന്നത്.
നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം മാറി മാറി പോകണമെന്നല്ല. അങ്ങനെയല്ല. ശരിക്കും നമ്മൾ അതിലൂടെ പോയി അതിനെ കോൺകർ ചെയ്യണം. കാരണം ദൈവത്തിൻ്റെ പർപ്പസുകൾ ഒരിക്കലും വിട്ടുകളിക്കത്തില്ല. നമുക്കറിയാം, യെശയ്യാ 55-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. കാരണം മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്, മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് രീതിയുണ്ട്. അപ്പം നമ്മുടെ ചിന്തയെന്ന് പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാം ചെയ്ത് എൻ്റെ ചിന്തകൾ പോലെ എല്ലാം നടക്കണം. നോ, കർത്താവ് പറയാണ്, നിൻ്റെ ചിന്ത പോലെ അല്ല എൻ്റെ ചിന്ത, നിൻ്റെ വഴി പോലെ അല്ല എൻ്റെ വഴി. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ കഴിഞ്ഞ 15-16 വർഷങ്ങൾ ആത്മീയ ജീവിതം പരിശോധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ജ്ഞാനം, എന്നെ സംബന്ധിക്കുന്ന ജ്ഞാനം പലപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം അറിയത്തില്ല, പക്ഷെ പിന്നീട് മനസ്സിലാവും. ഇപ്പം ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പോയ ചില അവസ്ഥകൾ, പല പീഡനങ്ങൾ, പ്രതികൂലങ്ങൾ, തകർച്ചകൾ, വേദനകൾ, ഒപ്പോസിഷൻസ്, അതിൻ്റെയൊക്കെ അർത്ഥം ഇപ്പം എനിക്ക് മനസ്സിലാകും. കാരണം അതെല്ലാം ജിയോ എന്ന് പറയുന്ന എന്നെ സ്ട്രോങ് ആക്കി മാറ്റി. വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യാതെ, സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ, എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും തൻ്റെ അടുത്തോടെ നിൽക്കുന്ന ഒരു ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, ഹല്ലേലൂയ, യൂദാ സിംഹത്തിൻ്റെ ഗോത്രത്തെ പോലെ തൻ്റെ അടുത്തോടെ നിൽക്കുന്ന ഒരു ധീരനായ ഒരു വ്യക്തിയാക്കി ആ സാഹചര്യങ്ങൾ എന്നെ മാറ്റി. സോ ദാറ്റ് വാസ് ദ പർപ്പസ് ഓഫ് ഗാഡ്. അപ്പോൾ ഓരോ സാഹചര്യങ്ങളും കർത്താവ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്, നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ലൈഫ് എന്താണ്? സാത്താൻ്റെ കിങ്ഡത്തെ തകർക്കുവാൻ വേണ്ടിയാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെതിരെ നിൽക്കണമെങ്കിൽ യു മസ്റ്റ് ബി പ്രിപ്പയർഡ് ബൈ ഗാഡ്. പറയാണ് ശരിക്കും, എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരത്തില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ദൈവത്തിൻ്റെ പർപ്പസ് വിട്ട് കളിക്കത്തില്ല. ഹല്ലേലൂയ. ഹി ഈസ് വെരി അഡമൻറ്റ് ഓൺ ദാറ്റ് വൺ തിങ്. ആ ഒരു കാര്യത്തിനകത്ത് ദൈവം ഭയങ്കര സ്ട്രോങ് ആണ്, പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് അദൃശ്യ ആത്മീയ ലോകത്തിൽ മുഴുവളർച്ച പ്രാപിച്ച് ആത്മാവായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആത്മാവിനെ അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ, എൻ്റെ ആത്മാവിനെ അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന്, നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, മുഴുവളർച്ച പ്രാപിച്ച ആത്മാവായിട്ട് അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ഫിസിക്കൽ വേൾഡിലേക്ക്, ഭൗതിക ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനു വേണ്ടി ദൈവം അയച്ചിരിക്കുന്നു. ആ അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. യുവർ സ്പിരിറ്റ് വാസ് സെൻഡ് ഫ്രം ദ ഇൻവിസിബിൾ വേൾഡ് ടു ദ ഫിസിക്കൽ വേൾഡ് ബൈ ഗോഡ് ഫോർ ഹിസ് പർപ്പസ്. അപ്പം നമുക്കറിയാം, യേശു കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവിനെ അയക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വചനം പറയുന്നത്, തൻ്റെ പുത്രനെ അവിടുന്ന് അയച്ചു. യേശുവിനെ പോലെ തന്നെയാണ് നമ്മൾ പുത്രന്മാരാണ്. യേശുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പം യേശുവിനെ അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന് പിതാവ് ഒരു പർപ്പസിന് വേണ്ടി, ഒരു മിഷന് വേണ്ടി, ഒരു അസൈൻമെൻറ്റിന് വേണ്ടി അയച്ചതുപോലെ എന്നെയും നിങ്ങളെയും അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി അയച്ചിരിക്കുന്നു. സ്വന്തം ജീവിതത്തിൻ്റെ പർപ്പസ് അറിയാതെ വ്യക്തികൾ ഇങ്ങനെ ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ വേണ്ടി ദൈവം എന്നെ, യേശുവിനെ അയച്ചതുപോലെ ഈ സീസണിൽ, ഈ ഡിസ്പെൻസേഷനിൽ അയച്ചിരിക്കുന്നു. എടുക്കാം നമുക്ക് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാം. അവിടെ പറയുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഒന്ന് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അതുപോലെ തന്നെ നിങ്ങളും ഞാനും കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ജിയോയെ അയച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ഷാജിയെ അയച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം അനിതയെ അയച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം എബിയെ അയച്ചു. യു ആർ സെൻഡ് ഇൻ ആൻ അപ്പോയിൻറ്റഡ് ടൈം. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. മറിയമ്മ എന്ന് പറയുന്ന ഒരു മാതാവിലൂടെ ജിയോയെ അയച്ചു ഈ ഭൂമിയിലേക്ക്. എന്തിനാണ്? ശരിക്കും നിയമത്തിന് അധീനനായി ജനിച്ചു. എന്താണ്? പുത്രന്മാരായി നമ്മെ ദത്തെടുക്കുവാൻ വേണ്ടി, ഒരു അസൈൻമെൻറ്റിന് വേണ്ടി. ഹല്ലേലൂയ. ഇതറിഞ്ഞപ്പോഴാണ് ശരിക്കും ജിയോ സ്ട്രോങ് ആയത്. ജിയോ അറിഞ്ഞു ജിയോ ആരാണെന്ന്. അദൃശ്യ ആത്മീയ ലോകത്ത് ജിയോ ഉണ്ടായിരുന്നു. ജിയോയെ ദൈവം അയച്ചു ഈ ഭൂമിയിലേക്ക്.
എന്തിനാന്ന് വെച്ചാൽ ഒരു അസൈൻമെൻറ്റിന് വേണ്ടി, എൻ്റെയും ആർമിയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ദൈവിക മക്കളെ യേശുവിൻ്റെ ആർമിയുടെ പാർട്ടാക്കി ഒരുക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആ പർപ്പസ് അറിയണം, ആ ഉദ്ദേശം അറിയണം. തൻ്റെ പുത്രനെ അയച്ചു, സ്ത്രീയിൽ നിന്ന് ജാതനായി. നിങ്ങൾ നിങ്ങളുടെ അമ്മയിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. കാരണം നിങ്ങളെ അയക്കുകയാണ് ചെയ്തത്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു, ഗോഡ് സെൻഡ് ഫോർത്ത് ഹിസ് സൺ ബോൺ ഓഫ് എ വുമൻ ബോൺ അണ്ടർ ദ ലോ ഫോർ എ റീസൺ ആൻഡ് പർപ്പസ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉൽപ്പത്തി 2:7 ദൈവം ഊതുമ്പോൾ അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്ന സ്പിരിറ്റുകൾ അതെല്ലാം ആദം എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് നിവേശിക്കപ്പെടുകയാണ്. ആദത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ദൈവം ചെയ്തു. ആ ഓർഡറിൽ ദൈവം നിശ്ചയിച്ച സമയത്തെ, ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിൽ സ്പിരിറ്റുകൾ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ആ ലേഖകൻ പറയാൻ ശ്രമിച്ചത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ പോയി വായിക്കണം. ഹീ മെയ്ഡ് ഫ്രം വൺ ബ്ലഡ് എവറി നേഷൻ ഓഫ് മെൻ ടു ഡ്വെൽ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. ആദം എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ച ആദ്യ രക്തമുണ്ടല്ലോ, ആ രക്തത്തിൽ നിന്ന് എല്ലാ മനുഷ്യരും പുറത്തു വരുന്നു. ഈ ജനറേഷണൽ കേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഈ ജനറേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഹല്ലേലൂയ. അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ജനറേഷനുകളെ ഓണർ ചെയ്യുന്ന ദൈവമാണ്. കാരണം എല്ലാ ജനറേഷനുകളെയും ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ രക്തത്തിനകത്ത് ഒളിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഊതി എന്ന് പറയുമ്പോൾ, ഉൽപ്പത്തി 2:7 ഊതി എന്ന് പറയുമ്പോൾ സ്പിരിറ്റുകൾ, അദൃശ്യ ആത്മീയ ലോകത്തിലുള്ള സ്പിരിറ്റുകളെല്ലാം ദൈവം ഫോം ചെയ്ത ആദത്തിൻ്റെ ഫിസിക്കൽ ബോഡിയിലേക്ക് ദൈവം നിവേശിപ്പിച്ചെന്ത് ചെയ്തു? ആ ബോഡിയിൽ ദൈവം ഒരു പ്രോഗ്രാമിംഗ് ചെയ്തു, എ സ്പിരിച്വൽ പ്രോഗ്രാമിംഗ് ചെയ്തു. അതിനകത്ത് രക്തം നിറച്ചു. ആ രക്തത്തിനകത്തൂടെയാണ് ശരിക്കും ഫിസിക്കൽ ബോഡികൾ, മനുഷ്യ ശരീരങ്ങൾ ആത്മാവ് ധരിച്ച് ഈ ഭൂമിയിലേക്ക് വരേണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ അപ്പസ്തോല പ്രവൃത്തികൾ 17:26 ചില വാക്കുകൾ ശ്രദ്ധിക്കണം. വൺ ബ്ലഡ്, ഒരു രക്തത്തിൽ നിന്ന് ഭൂമി മുഴുവൻ അധിവസിച്ചു വസിക്കുവാൻ മനുഷ്യരെ സൃഷ്ടിച്ചു. ആദത്തിൽ സൃഷ്ടിച്ച ആ ബ്ലഡിനകത്താണ് ശരിക്കും എല്ലാ മനുഷ്യരുടെയും DNA സ്ട്രക്ചറുകൾ അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ DNA നിങ്ങളുടെ പേരൻസിനകത്തുനിന്ന് വന്നു, നമ്മുടെ പേരൻസിൻ്റെ DNA അവരുടെ പേരൻസിനകത്തുനിന്ന് വന്നു. എല്ലാം അങ്ങനെ രക്തത്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ ബ്ലഡ് എവറിത്തിങ് ഈസ് പാസ്ഡ്. ഇനി ആ അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിനകത്തുള്ള 2-ാമത്തെ വാക്ക് ശ്രദ്ധിക്കണം. ഡിറ്റർമിൻഡ്, നിശ്ചയിച്ചു. ഹി ഡിറ്റർമിൻഡ് ദെയർ പ്രീ അപ്പോയിൻറ്റഡ് ടൈം. അപ്പോൾ ഈ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഒരു സോവറിൻ വേർഡാണ്. ഒരു അധികാരമുള്ള ഒരു വ്യക്തി തൻ്റെ സ്വയം നിശ്ചയത്താൽ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ശരിക്കും ഡിറ്റർമിൻഡ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് വാക്കുകൊണ്ട്, നിശ്ചയിച്ചു എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നിശ്ചയിച്ചത്? പ്രീ അപ്പോയിൻറ്റഡ് ടൈംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിക്കേണ്ട ദിവസം നിശ്ചയിച്ചു, നിങ്ങൾ ജീവിക്കേണ്ട കാലഘട്ടം നിശ്ചയിച്ചു, നിങ്ങൾ ജീവിക്കേണ്ട വർഷങ്ങൾ നിശ്ചയിച്ചു. പ്രീ അപ്പോയിൻറ്റഡ് ടൈംസ്. ബൗണ്ടറീസ് ഓഫ് ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് ജനിക്കണം, ഏത് സംസ്ഥാനത്ത് ജനിക്കണം, ഏത് വില്ലേജ് ജനിക്കണം, ഏത് പഞ്ചായത്ത് ജനിക്കണം, ദ ബൗണ്ടറീസ് ഓഫ് ദ ഡ്വെല്ലിംഗ് എല്ലാം ദൈവം മുൻനിശ്ചയിച്ചതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന് ഈ സീസണിൽ, ഈ സമയത്ത് ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം എന്നെയും നിങ്ങളെയും അയച്ചിരിക്കുന്നു. അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും പ്രീ അപ്പോയിൻറ്റഡ് ടൈംസിൽ, പ്രീ അപ്പോയിൻറ്റഡ് ബൗണ്ടറിയിൽ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ദൈവം ഈ സീസണിൽ, ഈ സമയത്ത് ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. അതിനാധാരമായിട്ട് യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, ജെറമയായെക്കുറിച്ച് പറഞ്ഞു, ആ വചനഭാഗങ്ങളൊക്കെ പറഞ്ഞു. 2 ആത്മീയ മർമ്മങ്ങളാണ് ശരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് വെക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നിറയണം, ഇതിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറയണം. നിങ്ങളുടെ നടപ്പും എടുപ്പുമെല്ലാം ഈ വെളിപ്പാടിനനുസരിച്ചായി മാറണം. അവിടെ പറയുന്നു, നിങ്ങളുടെ ആത്മാവ് ആദം എന്ന ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അദൃശ്യ ആത്മീയ ലോകത്തിൽ വളർച്ച പ്രാപിച്ച ആത്മാവായി ഉണ്ടായിരുന്നു. അതൊന്നാമത്തെ കാര്യം. 2, നിങ്ങളുടെ ആത്മാവിനെ അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിൽ ഒരാൾ പോലും
ആക്സിഡൻ്റലായിട്ടല്ല ഈ ഭൂമിയിലായിരിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ മുമ്പിലേക്ക് പോലും നിങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളുടെ പേരിൽ ഒരു ബുക്കുണ്ട്. ശരിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയ ഒരു ബുക്ക്. ആ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ ഓരോ ദിനങ്ങളും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ എഴുതി. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നിങ്ങളെ അയക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഗ്രന്ഥം പൂർണ്ണമാക്കി കർത്താവ് എല്ലാം എഴുതി. കാരണം ഒരു അദൃശ്യ ലോകത്തിലുള്ള ഒരു ആത്മാവിനെ ശരീരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വിട്ടാൽ ആ ആത്മാവ് എന്തൊക്കെ ചെയ്യും, ആ വ്യക്തി എന്തൊക്കെ ചിന്തിക്കും, ആ വ്യക്തി എന്തൊക്കെ പ്രവർത്തിക്കും, ആ വ്യക്തി എങ്ങനെയൊക്കെ പെരുമാറും, ഈ എല്ലാ നോളജും പിതാവിന് നേരത്തെ ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ മുന്നറിവ് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന പല ലേഖനങ്ങളിലും പറയുന്ന പ്രീ ഡെസ്റ്റിനേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഗോഡ് ഹാസ് എ കംപ്ലീറ്റ് ടോട്ടൽ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ഓൾ ഓഫ് അസ്. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിന് മുന്നറിവ്, കംപ്ലീറ്റ് അറിവ്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രതിരോധങ്ങൾ, ഹാലൂയ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ, അതിനെയെല്ലാം തകർത്തെറിയുന്ന ഒരു അഭിഷേകം. ആ അഭിഷേകത്തിന് വേണ്ടിയാണ് ശരിക്കും, അതിനെ തകർത്തെറിയുവാൻ വേണ്ടിയാണ് ശരിക്കും ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ അഭിഷേകത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, ഈ എൻ ടൈമിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്പെസിഫിക് പർപ്പസും ഫുൾഫിൽ ചെയ്യുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു രഹസ്യമാണ്. ആരൊക്കെ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നു, അത്ര കണ്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കും. എവ്രി സിംഗിൾ ഡേ സംതിങ് ബിഗർ ഈസ് പ്രിപ്പയർഡ് ഫോർ മീ. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ഓരോ ദിവസവും ഞാൻ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഞാനും മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്. അവർ ഫ്യൂച്ചർ ഈസ് ഗ്രേറ്റ്. നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, യുവർ ഫ്യൂച്ചർ ഈസ് ഗ്രേറ്റ്. ഇറ്റ് ക്യാൻ നോട്ട് ബി ഓർഡിനറി. സാധാരണയാകാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ് ശരിക്കും. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് റിട്ടൺ ഇൻ ഹിസ് ബുക്ക്. അത് സാധാരണ രീതിയിലല്ല. അതിനുവേണ്ടി ആ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നടന്നെടുക്കണമെങ്കിൽ, ആ ഫ്യൂച്ചറിൽ നമ്മൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങുകൾ ഏറ്റെടുക്കണമെങ്കിൽ ആത്മീയ വളർച്ച പ്രാപിക്കണം. അതിനാ ശരിക്കും ഈ പാർട്ടുകളിലൊക്കെ ഞാൻ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ആത്മീയ വളർച്ച പ്രാപിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? അത് റെവലേഷൻസിലൂടെയാണ്. നീ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ പിതാവ് സന്തോഷിക്കുകയാണ്. കാരണം ആ മകൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു, ആ മകൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അതറിയുന്നിടത്തോളം പിതാവിന് സന്തോഷമുള്ള ഒരു കാര്യമില്ല. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വളർത്താനിടയാകട്ടെ. അങ്ങനെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പരിവർത്തനം പല വ്യക്തികളുടെ ആത്മാവിലും സംഭവിക്കുന്നു. ഈ സമയത്ത് ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഓരോ ആത്മാവിലേക്കും പരിശുദ്ധാത്മാവ് ഡിപ്പോസിറ്റ് ചെയ്യട്ടെ. ഒരു കോൺക്രീറ്റ് പോലെ പതിയട്ടെ. നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എൻ്റെ ആ പ്രീ എക്സിസ്റ്റൻസിനെ കുറിച്ചും, ഞാൻ അയക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ്, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് പൂർണ്ണ അറിവുണ്ടെന്നുള്ള തിരിച്ചറിവിനകത്ത്, ഹല്ലേലൂയ, ഞാൻ ദൈവസന്നിധിയിലാണ് എപ്പോഴും എന്ന തിരിച്ചറിവിനകത്ത്, എന്നെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന തിരിച്ചറിവിനകത്ത്, എൻ്റെ ഭാവി ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതിനേക്കാൾ മഹത്തരമാണെന്ന അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് നിറഞ്ഞ് ജീവിക്കുന്ന ദൈവപുത്രന്മാരും പുത്രിമാരും വെളിപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെല്ലാ മക്കളെയും സഹായിക്കാനിടയാകട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച ഈ സമയത്ത് ഈ ദൈവിക മർമ്മങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പ് നിശ്ചയിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എനിക്കൊരു ജനറൽ പർപ്പസ് ഉണ്ട്, എനിക്കൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. അതുമാത്രമല്ല, അദൃശ്യ ആത്മീയ ലോകത്തിൽ മുഴുവളർച്ച പ്രാപിച്ച ഒരു ആത്മാവായി ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ ആത്മാവിനെ ഈ കാലത്തിൽ, ഈ സീസണിൽ ദൈവിക പർപ്പസിന് വേണ്ടി ജെറമിയായെ അയച്ചതുപോലെ, അപ്പസ്തോലന്മാരെ അയച്ചതുപോലെ, പ്രവാചകന്മാരെ അയച്ചതുപോലെ, യേശു കർത്താവിനെ പോലും അയച്ചതുപോലെ എന്നെ ദൈവം ഈ സീസണിൽ, ഈ സമയത്ത് ദൈവത്തിൻ്റെ പർപ്പസുകൾക്ക് വേണ്ടി ഈ കാലത്തിൽ, ഈ സമയത്തിൽ അയച്ചിരിക്കുന്നു എന്ന ആ ഒരു പരിജ്ഞാനത്തിലേക്ക് എല്ലാ മക്കളും ഈ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭാവി അതെല്ലാം തന്നെ യേശു കർത്താവിൻ്റെ കരത്തിനകത്താണ്. ഹീ കംപ്ലീറ്റ്ലി നോസ് അബൌട്ട് യുവർ ലൈഫ്. നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ ജ്ഞാനം കർത്താവിനുണ്ട്. കർത്താവിൻ്റെ കരങ്ങൾക്കകത്ത് നിങ്ങൾ സുരക്ഷിതരാണ്. ഈ ദിവസം സാധാരണയായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നതല്ല, ഇത് ദൈവത്താൽ ഒരുക്കപ്പെട്ട ദിവസമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് പോലും ഈ മെസ്സേജ് ഒരുക്കി തന്നതാണ് എൻ്റെ കയ്യിൽ. എന്തിനാണ്? നിങ്ങളത് അറിയുവാൻ വേണ്ടിയും നിങ്ങൾ ഈ വെളിപ്പാടിൻ്റെ അർത്ഥത്തിനകത്ത് വളർച്ച പ്രാപിക്കുവാൻ വേണ്ടിയും. നാളെ എന്ന് പറയുന്ന ദിവസം ആക്സിഡൻ്റലായിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ദൈവത്താൽ
ദൈവത്താൽ പ്രിപ്പയർഡ് ചെയ്യപ്പെട്ടാണ് വരുന്നത്. ഇറ്റ് വാസ് ഫാഷൻഡ് ഫോർ യു. ഹല്ലേലൂയ. നാളെ എന്ന് പറഞ്ഞ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ സൗഖ്യം നാളെ ആയിരിക്കാം കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസം നാളെ ആയിരിക്കാം. നിങ്ങളുടെ ടെസ്റ്റിംഗ് ചിലപ്പോൾ നാളെ ആയിരിക്കാം. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഡേ നാളെ ആയിരിക്കാം. ഓരോ ദിനത്തിലും ദൈവം തൻ്റെ വിശുദ്ധത്തിനനുസരിച്ച്, തൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി മഹത്തരമായ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ക്രിസ്ത്യൻ ലൈഫിനകത്ത് ഇതിന് മൂന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്നേഹമാണ് സുപ്രധാനം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, യു ഷുഡ് ബി ഹാവിങ് ഹോപ്പ് ഇൻ യുവർ ലൈഫ്. പ്രത്യാശ ഉണ്ടാകണം. ഇപ്പോൾ ചില വ്യക്തികൾ കടഭാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓൾ ദാറ്റ് സിറ്റുവേഷൻ ഈസ് പ്രിപ്പയറിങ് യു. നിങ്ങളുടെ അകത്ത മനുഷ്യനെ പ്രിപ്പയർ ചെയ്യുകയാണ്. അതുമാത്രമല്ല, അതിനകത്തൊരു ഡെലിവറൻസ്, ഒരു വിടുതൽ സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മീറ്റ് ചെയ്യുകയും നിങ്ങൾ പ്രാപിക്കുക തന്നെയും ചെയ്യും. അന്വേഷിക്കുന്നവർ അത് കണ്ടെത്തും. ദൈവിക പർപ്പസുകൾ ഫുൾഫിൽ ചെയ്യുന്നവർ ആ മഹത്വത്തിലൂടെ സഞ്ചരിക്കും. ഈ ഭൂമിയിൽ ദൈവപുത്രന്മാരും പുത്രിമാരുമായി വെളിപ്പെടും. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. അതുകൊണ്ട് പ്രത്യാശ കൈവിടലിൽ ഏത് പ്രതിസന്ധിയും, ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും യു ഷുഡ് ഓൾവേസ് ഹാവ് ദ ഹോപ്പ്. സാത്താൻ എടുത്തുകൊണ്ട് പോകുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ്? പ്രത്യാശയാണ് സാത്താൻ അപഹരിക്കാൻ നോക്കുന്നത്. ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് പ്രത്യാശ അപഹരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭയം കൊണ്ടുവരാൻ സാധിക്കും, ഡിസപ്പോയിൻമെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും, ഡിപ്രഷൻ കൊണ്ടുവരാൻ സാധിക്കും. യു ഷുഡ് നെവർ ലൂസ് യുവർ ഹോപ്പ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ബ്ലെസ്സഡ് ഹോപ്പ്. എപ്പോഴും പറയണം, എൻ്റെ യേശു എൻ്റെ പ്രത്യാശയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കർത്താവിൻ്റെ ഡെലിവറൻസുകൾ, സൗഖ്യം, വിടുതൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുകയും ചെയ്യും. കർത്താവേ, ഈ മണിക്കൂറിൽ സ്വർഗം കൊണ്ടുവന്ന എല്ലാ മക്കളെയും, ഇതിന് ശേഷം ഈ ശുശ്രൂഷ വാച്ച് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്ന യേശുവേ, ഈ വെളിപ്പാടുകളുടെ പരിജ്ഞാനത്താൽ ഈ മക്കൾ നിറയട്ടെ. ഇവർ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വർദ്ധിക്കപ്പെടട്ടെ യേശുവേ. ഈ ദിവസങ്ങളിൽ അനേകം ദൈവിക ദൂതന്മാരെ അങ്ങ് നിശ്ചയിച്ചത് പ്രകാരം ഈ മക്കളുടെ ആത്മീയ മണ്ഡലങ്ങളിലേക്ക് അങ്ങ് റിലീസ് ചെയ്യാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. അഭിഷേകത്തിൻ്റെ പകർച്ചകൾ സംഭവിക്കണം. മാത്രമല്ല കർത്താവെ, ഡെലിവറൻസ് വേണ്ട അനേകം മക്കളുണ്ട്. അവരെയൊക്കെ തന്നെ അങ്ങ് മുൻ നിശ്ചയിച്ച കലണ്ടർ പ്രകാരം, അങ്ങ് മുൻ നിശ്ചയിച്ച ദിനപ്രകാരം അങ്ങ് പൂർണ്ണ വിടുതലിലേക്ക് നടത്താൻ പോകുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഈ മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ സമർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥന ഞങ്ങളുടെ അതരത്തിൽ നിന്ന് വരുന്നതിന് മുമ്പേ കർത്താവെ അങ്ങ് അത് അറിയുന്നു. ഞങ്ങളുടെ ചിന്തകൾ പോലും ദൂരെ നിന്ന് അങ്ങ് കാണുന്നു. ഹല്ലേലൂയ. പ്രതീക്ഷയില്ലാത്ത അവിശ്വസിക്കുന്ന ഹൃദയങ്ങളിലേക്ക് പ്രത്യാശ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെടട്ടെ. വിശ്വാസം ജനിപ്പിക്കപ്പെടട്ടെ. അവിശ്വാസങ്ങൾ നീങ്ങിപ്പോകട്ടെ. വിശ്വാസത്തിലൂടെ ആ സ്വർഗീയ എൻകൗണ്ടറുകൾ, ആ സ്പെഷ്യൽ ബ്ലെസ്സിങ്ങുകൾ ഈ സമയത്ത്, ഈ മണിക്കൂറിൽ ഈ മക്കൾ പ്രാപിക്കാനിടയാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളെയും ബ്ലസ് ചെയ്യുന്ന ഈ സമയത്ത് ഇപ്പോൾ ഹൃദയത്തിനകത്തുനിന്ന് ഉയരുന്ന പ്രാർത്ഥനകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കടബാധ്യതകൾ യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർ ആകട്ടെ. ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വർഗം നിശ്ചയിച്ച എല്ലാ ബ്ലെസ്സിങ്ങുകളും, അനുഗ്രഹങ്ങളും, വിടുതലുകളും, സൗഖ്യങ്ങളും ഈ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ഒരു ഹ്യൂമൻ ഏജൻസിയായി, ഒരു ഫിസിക്കൽ വെസലായി നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ലൈഫിനകത്ത് അനുഗ്രഹത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. വിടുതലുകളെ റിലീസ് ചെയ്യുന്നു. എൻകൗണ്ടറുകളെ റിലീസ് ചെയ്യുന്നു. ഡെസ്റ്റിനികളെ റിലീസ് ചെയ്യുന്നു. ഇവരുടെ കോളിങ്ങിനകത്തൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശരീരവും മനസ്സും ആത്മാവും ഞാൻ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ഈ ഒരാഴ്ചയിൽ പരിശുദ്ധാത്മാവ് ഈ വെളിപ്പാടുകൾ കൊണ്ട് ഈ മക്കളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും ഈ മക്കൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, വർധനവ് പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.